വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ വരെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെയിൽസും അതിൻ്റെ ടൈപ്പും ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന സ്കെയിൽ എന്താണ് സ്കെയിൽ? അപ്പോൾ സിമ്പിളായിട്ട് സ്കെയിൽ എന്താണെന്ന് പറഞ്ഞാൽ മാപ്പ് ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്, അതിൻ്റെ റേഷ്യോനെ പറയുന്നതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാപ്പ് ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. അപ്പം മാപ്പ് ഡിസ്റ്റൻസിൻ്റെയും ഗ്രൗണ്ട് ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അതിന് തന്നെ മാപ്പിൽ നമ്മൾ സെയിം ഡിസ്റ്റൻസ് ആണ് സ്കെയിൽ ചേഞ്ച് ചെയ്ത് നമ്മൾ വരയ്ക്കുന്നത്. സോ അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോനെ എടുക്കുന്നതാണ് നമ്മൾ സ്കെയിൽ എന്നുകൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത്. ഇനി ഈ സ്കെയിൽസ് എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എൻജിനീയേഴ്സ് സ്കെയിലാണ്. എൻജിനീയർ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്ലാനിൽ 1 സെൻറ്റിമീറ്റർ വരയ്ക്കുവാണ് എങ്കിൽ നമ്മളത് ഗ്രൗണ്ടിൽ ചിലപ്പോൾ 10 മീറ്റർ ആയിട്ടായിരിക്കാം വരയ്ക്കുന്നത്. വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുവാണെങ്കിൽ ആ 10 മീറ്റർ ആയിരിക്കും ഗ്രൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് യൂണിറ്റ്സിലിട്ട് തന്നെ നമ്മൾ വരച്ച് സെറ്റ് ചെയ്യുന്നതാണ് എൻജിനീയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഫ്രാക്ഷൻ, RF എന്ന് പറയും. അപ്പോൾ ഈ എൻജിനീയറിംഗ് സ്കെയിലും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നതും ന്യൂമറിക്കൽ സ്കെയിലാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്ന വേറൊന്നുമല്ല. ഈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ ഇപ്പോൾ ഞാൻ 1 സെൻറ്റിമീറ്റർ ഡ്രോയിങ്ങിൽ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഡ്രോയിങ് പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രൗണ്ടിൽ സർഫസ് 10 മീറ്റർ എന്ന് തന്നെ ഇരിക്കട്ടെ. സോ ഒരിക്കലും എനിക്ക് രണ്ട് യൂണിറ്റ് ആയിട്ട് ഇട്ട് വരയ്ക്കാൻ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ പറ്റില്ല. ഞാൻ നേരെ എന്ത് ചെയ്യും, ഈ മീറ്ററിനെ കൺവേർട്ട് ചെയ്ത് സെൻറ്റിമീറ്ററിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലേ അതാണ് 1/10 മീറ്റർ, 1 സെൻറ്റിമീറ്റർ ബൈ 10 മീറ്റർ ആണ് വരുന്നത്. സോ നമ്മളവിടെ എന്ത് ചെയ്യണം, 10 മീറ്ററിനെ ചേഞ്ച് ചെയ്ത് സെൻറ്റിമീറ്ററിലോട്ട് കൊണ്ടുവരണം. സോ 10 × 100 ആണ് വരുന്നത്. ആൻസർ 1/1000 എന്നാണ് കിട്ടുന്നത്. എങ്ങനെ എഴുതാം, 1/1000 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എഞ്ചിനീയറിംഗ് സ്കെയിലും നോക്കി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ സ്കെയിലും നോക്കി. നമ്മളിന്ന് നോക്കാനുള്ള ഗ്രാഫിക്കൽ സ്കെയിലാണ്. ഗ്രാഫിക്കൽ സ്കെയിലിൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു മാപ്പ് ഡ്രോൺ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്രാഫിക്കൽ സ്കെയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മാപ്പൊക്കെ സ്ട്രിങ്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിലൊരു ശ്രിങ്കേജ് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചുരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൽ റീഡിംഗ് ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റാതെയാവും, പിന്നെ അത് റീഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫിക്കൽ സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്രാഫിക്കൽ സ്കെയിൽസിൽ എന്ന് പറയുമ്പോൾ ഒരു ശ്രിങ്കേജ് ഫാക്ടർ ഇട്ട് ഒരു ഷ്രങ്ക് സ്കെയിൽ ബേസിസിലാണ് നമ്മളവിടെ മാപ്പ് ഡ്രോ ചെയ്യുന്നത്. സോ ആ ഒരു ടൈപ്പിനെയാണ് ഗ്രാഫിക്കൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. ആദ്യത്തെ 2 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ സ്കെയിൽസ് ആണ്. സോ സ്കെയിലിൻ്റെ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആണ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ടൈപ്സിൽ ഫസ്റ്റ് പറയുന്നതെന്ന് പറയുമ്പോൾ പ്ലെയിൻ സ്കെയിലാണ്. ടൈപ്സിലെ ഫസ്റ്റ് കാറ്റഗറി പ്ലെയിൻ സ്കെയിലാണ്. രണ്ടാമത്തെ ഡയഗണൽ സ്കെയിൽ, 3 സ്കെയിൽ ഓഫ് കോഡ്, 4 കമ്പാരറ്റീവ് സ്കെയിൽ, 5-മത്തത് ഷ്രങ്ക് സ്കെയിൽ, 6-മത്തെ വെർണിയർ സ്കെയിൽ. അപ്പോൾ പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ, സ്കെയിൽ ഓഫ് കോഡ്, കമ്പാരറ്റീവ് സ്കെയിൽ, ഷ്രങ്ക് സ്കെയിൽ, അതുപോലെ വെർണിയർ സ്കെയിൽ. ഇത്രയും ടൈപ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ എത്ര ഡയമെൻഷനേ പറ്റൂ, 2 ഡയമെൻഷനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിലോമീറ്ററും മീറ്ററും ആയിട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഡയഗണൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 3 ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും, കിലോമീറ്റർ, മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി സ്കെയിൽ ഓഫ് കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വേറെ ഒന്നുമില്ല, നമ്മൾ ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ ഓഫ് കോഡ്സ് യൂസ് ചെയ്യുന്നത്. കമ്പാരറ്റീവ് സ്കെയിൽ എന്ന് പറയുമ്പോൾ 2 ഡിഫറൻറ്റ് യൂണിറ്റ്സിനെ, എന്താണ് 2 ഡിഫറൻറ്റ് യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യാനാണ് കമ്പാരറ്റീവ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഷ്രങ്ക് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഷ്രങ്ക് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു ശ്രിങ്കേജ് ഫാക്ടർ കൂടെ പറയുന്നുണ്ട്. ആ ഒരു ശ്രിങ്കേജ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, ഷ്രങ്ക് ലെങ്ത് ബൈ
ആക്ച്വൽ ലെങ്ത്, ഷ്രങ്കിൻ്റെ ലെങ്ത് ബൈ ആക്ച്വൽ ലെങ്ത്, അതാണ് ശ്രിങ്കേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രിങ്കേജ് ഫാക്ടറോട് കൂടിയാണ് നമ്മളിത് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വെർനിയർ സ്കെയിൽ. ഈ വെർനിയർ സ്കെയിലിൽ തന്നെ അത്യാവശ്യം ക്ലാസിഫിക്കേഷൻസ് ഇനിയും വരുന്നുണ്ട്. സോ ഇനി നമുക്ക് വെർനിയർ സ്കെയിലിലോട്ട് പോവാം. വെർനിയർ സ്കെയിലിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡയറക്റ്റ് വെർനിയർ. സോ അതിൽ ഡയറക്റ്റ് വെർനിയർ, റിട്രോഗ്രേഡ്, എക്സ്റ്റെൻഡഡ്, ഡബിൾ ഫോൾഡഡ് വെർനിയർ, ഇത്രയും ടൈപ്സ് ആണുള്ളത്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ആദ്യത്തെ 3 എണ്ണമാണ്: ഡയറക്റ്റ് വെർനിയർ, റിട്രോഗ്രേഡ്, എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഡയറക്റ്റ് വെർനിയർ എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഫോർവേഡ് വെർനിയർ. അപ്പോൾ ഈ ഫോർവേഡ് വെർനിയർ എന്ന് പറയുമ്പോൾ ഈ വെർനിയർ സ്കെയിൽ, ഇപ്പോൾ നമുക്ക് 2 സ്കെയിൽസ് ഉണ്ട്, വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെ n ഡിവിഷൻസിന് ഈക്വലാണ് മെയിൻ സ്കെയിലിലുള്ള n-1 ഡിവിഷൻ എങ്കിൽ അതാണ് ഡയറക്റ്റ് വെർനിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡയറക്റ്റ് വെർനിയറിൽ ഈ സ്കെയിൽസ് മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്, അതുപോലെ ഇതിൻ്റെ ഗ്രാജുവേഷൻസ് എടുക്കുന്നതും സെയിം ഡയറക്ഷൻസിലാണ്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NV = n-1 × S ആണ് വരുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ, B 1 ഡിവിഷൻ ഓൺ വെർനിയർ സ്കെയിൽ, S 1 ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിൽ ആണ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന റിട്രോഗ്രേഡ് വെർനിയർ ആണ്. റിട്രോഗ്രേഡ് വെർനിയറിനെ നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സ് വെർനിയർ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പം വെർനിയറിൻ്റെ n ഡിവിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിൻ്റെ n+1 ഡിവിഷന് ഈക്വലാണ് എങ്കിൽ അതിനെയാണ് റിട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയുന്നത്. റിട്രോഗ്രേഡ് വെർനിയറിൽ മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതുപോലെ ഇതിൻ്റെ ഗ്രാജുവേഷൻസ് എടുക്കുന്നതും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു വെർനിയറാണ് എക്സ്റ്റെൻഡഡ് വെർനിയർ. ഡയറക്റ്റ് വെർനിയറൊക്കെ പോലെ തന്നെയാണ് വരുന്നത്, പിന്നെ ഇതിൽ ഒരു മെയിൻ സ്കെയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റെൻഡഡ് വെർനിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ NV = 2n-1 × S. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഡയറക്റ്റ് വെർനിയർ NV = n-1 × S, റിട്രോഗ്രേഡ് NV = n+1 × S, ആൻഡ് എക്സ്റ്റെൻഡഡ് NV = 2n-1 × S. ഇതിലിനി ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, ലീസ്റ്റ് കൗണ്ട്. വെർനിയറിൻ്റെ ലീസ്റ്റ് കൗണ്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് S - V. S എന്താണെന്നും V എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നമുക്കിപ്പോൾ തരുന്ന ക്വസ്റ്റ്യനിൽ ഈ എസും വിയും ഒന്നും അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ V അവൈലബിൾ അല്ല എന്നോ S അവൈലബിൾ അല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്കവിടെ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം, S/n. ഇതിൻ്റെ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്.